എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഈജിപ്ഷ്യൻ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ വ്ളോഗൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോയൊരു യാത്രയായിരുന്നില്ല, വളരെ മുമ്പായിരുന്നു. അത് 5-6 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ വീഡിയോസ് ഫോട്ടോസൊക്കെ വളരെ കുറച്ചേ കയ്യിലുള്ളൂ. അപ്പോൾ ഉള്ള വീഡിയോസ് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈജിപ്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കെയ്റോയിലേക്കാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷനായിട്ടുള്ള ഗിസ പിരമിഡ്സിൻ്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, പോകേണ്ട സ്ഥലങ്ങൾ, അതേപോലെ വിസയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഈജിപ്തിലെ പിരമിഡുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു 2 വാക്കെങ്കിലും ഒന്നും പറയണമെന്നുണ്ട്. ചെറിയ രീതിയിലൊന്നും പറഞ്ഞു പോകാണ്ട് പറ്റില്ല. പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. പിരമിഡുകൾ എന്ന് പറഞ്ഞു വെച്ചാൽ പഴയ ഈജിപ്തിൽ രാജാക്കന്മാരായിട്ടുള്ള ഫറോവകളുടെ ശവകുടീരങ്ങളാണ്. ഈ ഫറോവകൾ എന്ന് പറയുന്നത് രാജാക്കന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫറോവ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഈജിപ്ഷ്യൻസ് വിശ്വസിച്ചിരുന്നത് കേട്ടോ. അവരുടെ മൃതദേഹങ്ങളൊക്കെ മമ്മിയായിട്ട് സംരക്ഷിക്കുകയും അവരുടെ സമ്പത്ത് കാര്യങ്ങളൊക്കെ മരണശേഷം ആവശ്യം വരും എന്ന് വിചാരിച്ചുകൊണ്ട് പിരമിഡിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഏകദേശം 2500 കിലോഗ്രാം ഭാരമുള്ള 23 ലക്ഷം കല്ലുകൾ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു വലിയൊരു അത്ഭുതമായിട്ട് ഇന്നത്തെ ശാസ്ത്രലോകം ഇങ്ങനെ നോക്കി കാണുകയാണ്. കാരണം ആ കാലഘട്ടത്തിൽ വലിയൊരു എന്താ പറയുക, ലിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് വലിയൊരു അത്ഭുതമാണ്. ഈ ഗിസ പിരമിഡ് കോംപ്ലക്സിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 3 പിരമിഡ്സുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പിരമിഡ് ഓഫ് കുഫു, അതാണ് ഏറ്റവും വലുത്. അദ്ദേഹത്തിൻ്റെ സണ്ണായിട്ടുള്ള പിരമിഡ് ഓഫ് കഫ്രെ, അതിനുശേഷം ഏറ്റവും ചെറുത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള, അതായത് കഫ്രയുടെ മകനായിട്ടുള്ള പിരമിഡ് ഓഫ് മെൻകർ. ഈ 3 വലിയ പിരമിഡ്സിൻ്റെ അടുത്തുള്ള ചെറിയ 3 പിരമിഡ്സും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അത് ക്യൂൻസിൻ്റെ പിരമിഡ്സ് ആണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ കൂടുതലൊന്നും ഉള്ളിൽ കാണാനില്ല. ഇതിനുള്ളിലുണ്ടായിരുന്ന മമ്മി, അതേപോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള വിശ്രമ മുറികളും, അതേപോലെ കടന്നു പോകാനുള്ള കുറച്ച് വഴികളും, പിന്നെ കുറച്ച് കല്ലിന്മേലുള്ള കാർവിങ്സും, ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ. 3 മെയിൻ പിരമിഡ്സിൻ്റെ മുന്നിലായിട്ട് ഈ കാണുന്ന മനുഷ്യൻ്റെ മുഖവും അതേപോലെ തന്നെ സിംഹത്തിൻ്റെ ശരീരമുള്ള ഈ ഒരു രൂപത്തിന് പറയുന്നതാണ് സ്ഫിനിക്സ് എന്നാണ്. ഇത് ഈ പിരമിഡ്സിൻ്റെ കാവലാളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മുഖം ഫറോവയായിട്ടുള്ള കഫ്രേനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈജിപ്തിലെ കയറുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഞാനൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. പിന്നെ ഗിസ പിരമിഡ്സിൻ്റെ അകത്തൊക്കെ കയറാനുള്ള ടിക്കറ്റ് ചാർജ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായി നമുക്ക് കാണേണ്ടത് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ മ്യൂസിയം തന്നെയാണ്. 4500 വർഷങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും വർഷങ്ങൾക്ക് മുന്നുള്ള മമ്മികൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ മമ്മി കൂടാതെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ പുരാതന രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, അതേപോലെ അവരുടെ വിഗ്രഹങ്ങൾ, അതേപോലെ ഈജിപ്ഷ്യൻ പഴയ ലിപികൾ, ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. പുരാതന ഈജിപ്തിൻ്റെ ചരിത്രവും അതേപോലെ സംസ്കാരമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണ് കേട്ടോ. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഈജിപ്ഷ്യൻ പുരാവസ്തുക്കൾ ശേഖരിച്ചൊരു മ്യൂസിയം കൂടിയാണിത്. ഈജിപ്ഷ്യൻ്റെ വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ $25 ആണ് കേട്ടോ 30 ഡേയ്സിൻ്റെ വിസയ്ക്ക് വരുന്നത്. അതേപോലെ തന്നെ GCC, US, UK, ഷെങ്കൻ വിസയ്ക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് വിസ ഓൺ അറൈവലും ലഭ്യമാണ് കേട്ടോ. ഞാൻ UAE നിന്നാണ് യാത്ര ചെയ്തത്. അപ്പോൾ UAE നിന്നൊക്കെ യാത്ര ചെയ്യുന്നൊരു എമിറേറ്റ്സ് ID 6 months വാലിഡിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ വിസയുടെ ഡോക്യുമെൻറ്റ്സും പിന്നെ അതേപോലെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.